സ്ത്രീ പുരുഷ ലൈംഗികതയുമായി ബന്ധപ്പെട്ട പങ്കാളികളുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും പരസ്പരം രണ്ടുപേരും തുറന്നു സംസാരിക്കാറില്ല. നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹമോ അടുപ്പമോ കുറയുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് മടുപ്പോ മടിയോ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ കാരണങ്ങൾ അറിയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മാനസിക ശാരീരിക ബന്ധത്തിൽ മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷകരവും ആനന്ദകരവുമാക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം. ഇതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു മാറ്റം വരാം. ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കുക. ഇടയിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ആരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള ശാസ്ത്രീയവും വിശ്വസനീയവുമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ലക്ഷ്യം. അതിനാൽ നിങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും അടുപ്പവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം വേണമെന്ന ആഗ്രഹം സ്വാഭാവികമാണ്. എന്നാൽ പലപ്പോഴും മാനസിക സമ്മർദ്ദം, ജോലി തിരക്ക്, ആശങ്കകൾ എന്നിവ കൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ മടുപ്പ് വരാറുണ്ട്. ഓരോ മനുഷ്യനും പ്രത്യേകതയുള്ളവരാണ്. ഓരോരുത്തർക്കും സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന കാരണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ മനസ്സും ശരീരവും ഒരുമിച്ച് സന്തോഷകരമാകാൻ ചില കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പങ്കാളികൾ തമ്മിൽ ചെയ്യുന്ന മസാജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. മസാജ് എന്ന് ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡായി പറഞ്ഞതാണ്. അഥവാ സ്ത്രീ പങ്കാളികളുടെ കാൽപാദങ്ങളിലും തുടകളിലുമുള്ള തടവലും തലോടലും ഇത് അടുപ്പവും സ്നേഹവും ഊഷ്മളതയും വർദ്ധിപ്പിക്കുന്നതിന് ആനന്ദകരമായൊരു മാർഗമാണ്. എന്തുകൊണ്ടാണ് മസാജ് പ്രധാനമാണെന്ന് പറയുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൽ പലപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്ന സന്തോഷക്കുറവ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് അത് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളാൽ മാത്രമല്ല, മാനസിക സമ്മർദ്ദം കൊണ്ടുകൂടിയാണ്. ശരീരം റിലാക്സ് ആകുമ്പോൾ മനസ്സും ഏറെക്കുറെ സന്തോഷമാകും, അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ആകും. നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ കൂടി പരിശോധിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ. തുടകളിൽ ചെയ്യുന്ന മസാജ് അഥവാ തടവൽ, പ്രത്യേകിച്ച് കാൽപാദങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന മസാജ് അതീവ ഗുണകരമാണ്. കാലുകളിൽ നിരവധി പ്രഷർ പോയിന്റുകളും നാഡികളുമുണ്ട്. ഇവിടെയൊക്കെ ചെയ്യുന്ന ചെറുതായിട്ടുള്ള തിരുമ്മലുകൾ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും അഥവാ രക്തയോട്ടം മെച്ചപ്പെടുകയും മനസ്സിനെ സമാധാനപ്പെടുത്തുകയും ചെയ്യും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കാലുകളിൽ ചെയ്യുന്ന ഇത്തരം തടവലുകൾ ഹോർമോണുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മനസ്സിൽ സന്തോഷവും അടുപ്പത്തിനുള്ള താല്പര്യം സൃഷ്ടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ശാരീരിക സ്പർശനത്തെയും വിശ്രമത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കാം. 1. നാഡികളുടെ പ്രവർത്തനവും വിശ്രമവുമായി ബന്ധപ്പെട്ടതാണ്. തുടകളിലും കാലുകളിലും സ്പൈനൽ കോഡ് വഴി തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിരവധി സെൻസറി നെർവുകളുടെ ഭാഗങ്ങളും പോയിന്റുകളുമുണ്ട്. സൗമ്യമായ തടവൽ അഥവാ മസാജ് വിശ്രമവും ആശ്വാസവും നൽകാൻ സഹായിക്കുന്ന പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് കോർട്ടിസോൾ പോലുള്ള സമ്മർദ്ദ ഹോർമോണുകളെ കുറയ്ക്കുകയും അതുവഴി ശരീരത്തിനും മനസ്സിനും വിശ്രമം വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഹോർമോണുകളും മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ശാരീരിക സ്പർശനവും മസാജും ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ അഥവാ ഇതിനെ പ്രണയ ഹോർമോൺ എന്നാണ് പറയുന്നത്. ഈ ഓക്സിറ്റോസിൻ എൻഡോർഫിനുകൾ പുറത്തുവിടുന്നതിന് കാരണമാകുന്നു. എൻഡോർഫിനുകൾ എന്നാൽ വേദന, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുന്നതിലൂടെയും ആനന്ദത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ക്ഷേമത്തെ
പ്രോത്സാഹിപ്പിക്കുന്ന തലച്ചോറിലെ രാസവസ്തുക്കളാണ്. ചുരുക്കത്തിൽ, തുടകളിൽ മസാജ് ചെയ്യുന്നതിലൂടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ വേദനകളും മാനസിക സമ്മർദ്ദങ്ങളും കുറയ്ക്കുന്നു. ഓക്സിറ്റോസിൻ ഉത്കണ്ഠ കുറയ്ക്കുകയും പങ്കാളികൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മസാജ് ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ ശാസ്ത്രീയ വശം അത് ഫോർപ്ലേ അല്ലെങ്കിൽ ഉത്തേജന ശാസ്ത്രം എന്ന് പറയുന്നു. മതിയായ ഫോർപ്ലേ സ്ത്രീകളിൽ ലൈംഗിക സംതൃപ്തി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. കാരണം ഇത് തലച്ചോറിനെ സമ്മർദ്ദ മോഡിൽ നിന്ന് ആനന്ദ മോഡിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. ഫോർപ്ലേ എന്നാൽ എന്താണ്? യുവാക്കൾക്കെല്ലാം അറിയുമായിരിക്കും. എന്നാൽ പ്രായമായവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചുരുക്കി പറയാം. ലൈംഗിക ബന്ധത്തിന് മുമ്പുള്ള ഉത്തേജനവും അടുപ്പവും വർദ്ധിപ്പിക്കുന്ന വൈകാരികവും മാനസികവും ശാരീരികവുമായ ഉത്തേജനത്തിൻ്റെ ഒരു ഘട്ടമാണ് ഫോർപ്ലേ. ഇത് ആനന്ദത്തിൻ്റെ ഒരു സ്വതന്ത്ര ഉറവിടമാകാം. ചുംബനം, സ്പർശനം, ആലിംഗനം, വാക്കാലുള്ള ആശയവിനിമയം അല്ലെങ്കിൽ പരസ്പരം പങ്കിട്ട അനുഭവങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾ ഇതിലുൾപ്പെടുന്നു. ശരീരത്തെയും മനസ്സിനെയും ലൈംഗിക ബന്ധത്തിന് തയ്യാറാക്കുക, ബന്ധം വർദ്ധിപ്പിക്കുക, എല്ലാ പങ്കാളികൾക്കും മൊത്തത്തിലുള്ള ലൈംഗികാനുഭവം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ ഉദ്ദേശം. ചുരുക്കത്തിൽ, ഈ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ ശാരീരിക സമ്പർക്കം പോലും വൈകാരികമല്ല. പങ്കാളിക്ക് ഇത് യാന്ത്രികമായി തോന്നിയേക്കാം. അങ്ങനെയെങ്കിൽ ലൈംഗിക ബന്ധത്തിനോട് മടുപ്പും മടിയും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. ചിലപ്പോഴൊക്കെ ചില പുരുഷന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭാര്യയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, എന്നാൽ അവൾ എനിക്ക് വേണ്ടി കിടന്നു തരും. ചിലരൊക്കെ പറയും, വെട്ടിയിട്ട പന പോലെ അല്ലെങ്കിൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കും എന്നൊക്കെ. എന്താണ് പന ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, ഒരു അനക്കവും ഉണ്ടാവില്ല, അവിടെ അങ്ങനെ കിടക്കും അല്ലേ? അതിന് മുകളിൽ കയറുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്തു ചെയ്താലും പന അനങ്ങില്ല, അങ്ങനെ കിടക്കും. ഇതിനെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത് യാന്ത്രികമായി തോന്നിയേക്കാം. ഇതിനർത്ഥം മാനസികമായും ശാരീരികമായും ലൈംഗിക ബന്ധത്തിന് ആ സ്ത്രീ ഒട്ടും സജ്ജമല്ല എന്നല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നാലാമത്തെ ശാസ്ത്രീയ വശം, അത് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമാണ്. മസാജിലൂടെ ശരീരം ആദ്യം വിശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുകയും മനസ്സ് ആനന്ദ സിഗ്നലുകളെ കൂടുതൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. അഥവാ സന്തോഷം നൽകുന്നതും സമ്മർദ്ദം കുറയ്ക്കുന്നതുമായ ഹോർമോണുകളുടെയും കെമിക്കലുകളുടെയും പ്രവർത്തനം മൂലം പങ്കാളികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം ആനന്ദകരമാക്കുന്നു. തുടകൾ, പാദങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ മസാജ് ചെയ്തു തുടങ്ങുന്നതിലൂടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം, വിശ്രമം, വൈകാരിക ബന്ധം എന്നിവ അനുഭവിക്കാൻ സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു. അടുത്തതായി മസാജ് എങ്ങനെ ചെയ്യാമെന്ന് പരിശോധിക്കാം. ചിലർ ഓയിൽ ഉപയോഗിക്കും, ചിലർ ക്രീം ഉപയോഗിക്കും. തുടകളിൽ ചെയ്യുന്ന തടവൽ എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ചിലർ ഒന്നുമില്ലാതെ കൈകൊണ്ട് മാത്രം ചെയ്യും. ഇനി നിങ്ങൾ ഓയിൽ ഉപയോഗിച്ചുള്ള മസാജാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലാവൻഡർ അല്ലെങ്കിൽ ചന്ദനം പോലുള്ള ചൂടുള്ള മസാജ് ഓയിലോ അരോമ തെറാപ്പി ഓയിലുകളോ ഉപയോഗിക്കുന്നത് വിശ്രമം വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. കാരണം മനോഹരമായ സുഗന്ധം വികാരങ്ങളെയും ഓർമ്മശക്തിയെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെ സജീവമാക്കുന്നു. എണ്ണയില്ലാതെ പോലും ചൂടുള്ള കൈകൾ കൊണ്ടുള്ള നേരിയ മർദ്ദം നാഡികളെ ഉത്തേജിപ്പിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വകാര്യ നിമിഷങ്ങളിൽ ചില പങ്കാളികൾ മൃദുവായി നക്കുകയോ ചുംബിക്കുകയോ പോലുള്ള മൃദുവായ വിദ്യകൾ ചില ഭാഗങ്ങളിൽ ഉപയോഗിച്ചേക്കാം. നാവും ചുണ്ടുകളും താളാത്മകമായ ചലനങ്ങളും ഊഷ്മളതയും നൽകുന്നതിനാൽ ഇത് മസാജിന് സമാനമായ ഒരു സംവേദനം സൃഷ്ടിക്കുന്നു. ശാസ്ത്രീയമായി ഇത് സ്പർശനത്തോട് പ്രതികരിക്കുന്ന അതേ നാഡീബിന്ദുക്കളെ സജീവമാക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓക്സിഡോസിൻ, എൻഡോർഫിനുകൾ പോലുള്ള ആനന്ദ ഹോർമോണുകൾ പുറത്തുവിടുകയും ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ വിശ്രമിക്കാൻ സഹായിക്കുകയും ആനന്ദം നൽകുകയും ചെയ്യും. കാലുകൾക്കൊപ്പം കാൽപാദം മുതൽ മുട്ടിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിലും മസാജ് ഗുണകരമാണ്. ചെയ്യുമ്പോൾ സ്നേഹം,
കരുതൽ എന്നിവയോടെയാണ് സമീപിക്കേണ്ടത്. കാൽപാദങ്ങൾ, കാലുകൾ, തുടകൾ എന്നിവയ്ക്ക് പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി മർദ്ദബിന്ദുക്കളുണ്ട്. ഈ പോയിന്റുകളെ ഉത്തേജിപ്പിക്കുന്നത് കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കുകയും നാഭിഭാഗത്തേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ശരീരത്തെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുകയും പങ്കാളിക്ക് കൂടുതൽ സ്വീകാര്യമാക്കുകയും ചെയ്യും. ശാരീരിക സ്പർശത്തിനിടയിൽ പോസിറ്റീവ് ചിന്തകളും വൈകാരിക സുരക്ഷയും മികച്ച ബന്ധങ്ങൾക്ക് കാരണമാകുമെന്ന് മനഃശാസ്ത്രത്തിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് നെഗറ്റീവ് വിഷയങ്ങളോ സമ്മർദ്ദമായ ചർച്ചകളോ നടന്നാൽ തലച്ചോറ് ഓക്സിഡോസിന് പകരം ആഡ്രിനാലിൻ എന്ന ഹോർമോൺ പുറത്തുവിടും. ഇത് വിശ്രമത്തെയും സന്തോഷത്തെയും തടയുന്നു. അതിനാൽ ഈ സമയത്ത് മനസ്സ് സന്തോഷകരമായ ചിന്തകളിൽ കേന്ദ്രീകരിക്കണം. നെഗറ്റീവ് വിഷയങ്ങൾ ഒഴിവാക്കുക. മനസ്സും ശരീരവും ഒരുമിച്ച് റിലാക്സ് ആകുമ്പോഴാണ് ബന്ധത്തിൽ ആനന്ദവും ഊഷ്മളതയും കൈവരിക. ശരീരം വിശ്രമത്തിലായിരിക്കുമ്പോൾ തലച്ചോറ് കൂടുതൽ ഡോപ്പാമൈൻ, ഓക്സിറ്റോസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിദഗ്ധർ മാനസികമായ തയ്യാറെടുപ്പിന് ശേഷം സ്വകാര്യ നിമിഷങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശിക്കുന്നത്. ഇത് ആദ്യം വൈകാരിക സുരക്ഷ സൃഷ്ടിക്കുന്നു, തുടർന്ന് ശാരീരിക അടുപ്പം സ്വാഭാവികമായും നടക്കുന്നു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് പങ്കാളികൾ തമ്മിലുള്ള മസാജ് അഥവാ തടവലും തലോടലും മാനസിക സമ്മർദ്ദം കുറയും, ബന്ധത്തിൽ അടുപ്പവും താല്പര്യവും വർദ്ധിക്കും, കൂടാതെ സന്തോഷവും സ്നേഹവും ശക്തമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ കാൽപാദങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ചെറിയൊരു മസാജ് നിങ്ങളുടെ ബന്ധത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും പങ്കാളികൾ പരസ്പരം പറയുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. ശാരീരിക ബന്ധം ഒരു ചടങ്ങ് പോലെയോ ആചാരം പോലെയോ ചെയ്യേണ്ട ഒന്നല്ല. അത് പരസ്പരം ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇവയാണ് നിങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് തുറന്നു പറയുക. ഓർക്കുക, ശാരീരിക ബന്ധം പുരുഷൻ്റെ ആണത്വവും ശക്തിയും പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല, പകരം നിങ്ങളുടെ പങ്കാളിക്ക് സംതൃപ്തി ലഭിക്കേണ്ട ഒന്നാണ്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.